ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഓണം എക്സാമിന് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആൻ അംബ്രല്ല ഫോർ ഓളും സ്നെയിൽ ബ്രിങ്സ് മെയിലും ആണ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ്. ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുള്ള എല്ലാ കഥാപാത്രങ്ങളുടെ പേരും ഒന്ന് കുഞ്ഞുങ്ങളെ എഴുതി പഠിപ്പിക്കാം. നമുക്കതിലറിയാം മഷ്റൂം ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്, ഫ്രോഗ്, ആൻഡ്, ബട്ടർഫ്ലൈ, മൗസ്, റാബിറ്റ്, ഇവരുടെ പേരൊന്ന് എഴുതി പഠിപ്പിക്കാം. പിന്നെ ആക്ടിവിറ്റി ബുക്കിൽ ഒരുപാട് നമ്മൾ എഴുതി പഠിപ്പിച്ചതാണ് ഈ ബട്ടർഫ്ലൈ, മഷ്റൂം, അതുപോലെ ആൻഡ്, ഇതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ. എക്സാമിന് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി ബുക്കും ഒക്കെ നോക്കിയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ചോദിച്ച് കണ്ടതിൽ ഈ 4 പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഒന്നൊരു പിക്ചർ അനാലിസിസ്, പിന്നെ കോൺവെർസേഷൻ കംപ്ലീഷൻ, കളർ ദ പിക്ചർ, ആഡ് ഓൺ ലൈൻസ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ അനാലിസിസ് ആണിത്. ഇത് 2 പിക്ചേഴ്സ് എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എഴുതാനാണ് പറയുന്നത്. സെയിം പിക്ചർ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് പിക്ചറുകൾ കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഡിഫറൻസ് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നെന്ന് എഴുതാനായിരിക്കും ചോദിക്കുക. അടുത്തത് തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ തന്നെ ഒരുപാട് കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കോൺവെർസേഷൻ ആണിത്. വാട്ട് ഹാപ്പൻ ടു ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. ഡു മഷ്റൂം ഗ്രോസ് ഇൻ ദ റെയിൻ? യെസ്, ദ മഷ്റൂം ഗ്രോസ് വെൻ ഇറ്റ് റെയിൻസ്. അതുപോലെ ആക്ടിവിറ്റി ബുക്കിലുള്ള മറ്റൊരു കോൺവെർസേഷനാണ് ആൻഡ്, ബട്ടർഫ്ലൈ, മൗസും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഫേവറേറ്റ് ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ആക്ടിവിറ്റി നമ്പർ 7. സോ ഇത് തീർച്ചയായിട്ടും ഒന്ന് പഠിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കാം. അടുത്തത് കളർ ദ പിക്ചറാണ്. ഇവിടെയാണ് നമുക്ക് ആൻഡ്, അതുപോലെ മഷ്റൂം, ഫ്രോഗ് ഒക്കെ ചോദിക്കാൻ ചാൻസ്. ഈ പിക്ചർ കളർ ചെയ്തിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അടുത്തത് ആഡ് ഓൺ ലൈൻസ് ആണ്. ഒരു കുഞ്ഞു പോയമോ റൈമോ തന്നിട്ട് അതിൻ്റെ ബാക്കി വരികൾ ആഡ് ചെയ്യാൻ പറയുന്നതാണ് ആഡ് ഓൺ ലൈൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ആഡ് ഓൺ ലൈൻ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള പോയംസോ റൈംസോ ആയിരിക്കും കൊടുക്കുക. അത്യാവശ്യം വൊക്കാബുലറി ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അടുത്ത് എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ്. ഇതുപോലെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.